ഓണത്തിന് സമാപനം കുറിക്കാൻ തിരക്കിട്ട ഒരുക്കത്തിലാണ് തൃശൂർ നഗരി. മറ്റന്നാൾ നടക്കുന്ന പുലികളിക്കായി പുലിമടകളിൽ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. തീർച്ചയായും ഒരുക്കങ്ങളാണ് കാണുന്നത്. തകർത്താടാനായി എല്ലാവരും തന്നെ ഇവിടെ ഒരുങ്ങി നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് സീതാറാം മിൽ ദേശത്താണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരുക്കങ്ങളുടെ ഭാഗമായി തന്നെ എല്ലാവരും തന്നെ ചുറ്റും കൂടിയിട്ടുണ്ട്. കൂടാതെ പുലിമുഖങ്ങളൊക്കെ വെച്ച് ഇത് ഒരു വെറുതെ ഒരു ഡെമോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പൊക്കെ കാണിക്കാൻ വേണ്ടി മാത്രം ഇവരിങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷേ ശരിക്കും അണിഞ്ഞൊരുങ്ങി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു വേഗവും താളവും ഒക്കെ തന്നെ എന്തായാലും കൈവരിക്കുക. വളരെയേറെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ഒരു പുലിക്കളിക്ക് വേണ്ടി. കാരണം മറ്റൊന്നുമല്ല, അതായത് തൃശ്ശൂരിലെ ഓണാഘോഷങ്ങളുടെ ഒരു പരിസമാപ്തി കുറിക്കുക പുലിക്കളിയോടുകൂടിയാണ്. പക്ഷേ അതിഗംഭീരമായുള്ള ഒരു പുലിക്കളി തന്നെയായിരിക്കും എല്ലാ ദേശങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. അതൊരു വലിയ മത്സരമാണ്. വലിയ ചുവടുകളൊക്കെ വെച്ച് എല്ലാവരും തന്നെ ഒത്തുചേർന്നുകൊണ്ട് ഒരു ഒത്തൊരുമയുടെയും അതിനോടൊപ്പം തന്നെ വൈവിധ്യങ്ങളുടെയും ഒരു ആഘോഷം കൂടിയാണ് പുലിക്കളി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആഘോഷത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. എന്താ ഇത്തവണത്തെ അതാണ് അതില് യാതൊരു വിധത്തിലും പ്രായമോ അതുപോലെ തന്നെ മറ്റേ ഒരു തരത്തിലുള്ള വേർതിരിവുകളോ ഒന്നും തന്നെ ഇല്ല. ഇത്തവണത്തെ പുലിക്കളിയൊക്കെ എന്തായി? ഉഷാറല്ലേ? എല്ലാവരും ഉഷാറല്ലേ? അപ്പൊ എന്താണ് ഇത്തവണ നമ്മള് എല്ലാ തവണയും സീതാറാം മിൽ ദേശം വലിയ വൈവിധ്യങ്ങളൊക്കെ പുറത്തിറക്കാറുണ്ട്. ഇത്തവണ അങ്ങനെയൊക്കെ കാത്തിരിക്കാല്ലേ? തീർച്ചയായും. കഴിഞ്ഞ 2 പ്രാവശ്യം നമ്മൾ വെറൈറ്റികളുടെ ഒരു ശൃംഖല തന്നെ പുറത്തിറക്കിയ ടീമാണ്. കഴിഞ്ഞ 2 പ്രാവശ്യം നിരവധി പ്രൈസുകൾ അടിച്ചെടുത്ത ടീമാണ്. ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെറൈറ്റികൾ പുറത്ത് പറയാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. എന്തായാലും സസ്പെൻസ്, തൃശ്ശൂർ നഗരത്തെ ഞെട്ടിക്കുന്ന സസ്പെൻസുമായി സീതാറാം മിൽ ദേശം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പുലികൾ എന്ന് പറഞ്ഞാൽ ഗംഭീര പുലികളായി ഈ വർഷം. അതിഗംഭീര കുടവയർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ കാണാത്ത പോലത്തെ കുടവയർ ആൾക്കാരെ നമ്മളല്ലേ. സ്ത്രീകളടക്കം ഇപ്പൊ തുള്ളി ചാടി കളിക്കണ്ടല്ലോ പുലിക്കളി. അപ്പൊ അവരടക്കം ഇതിൽ താല്പര്യമുള്ളവരാ. പെൺപുലികളുണ്ട് എല്ലാ തവണയും പെൺപുലികൾ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായുണ്ട്. അതുപോലെ തന്നെ ഇത്തവണയും ഉണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം അതിഗംഭീരമായ പുലികളിക്ക് വേണ്ടി. ഒരു ദേശത്തിന്റെ മാത്രമാണ് നമ്മൾ ആളുകളിപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് ദേശങ്ങളുണ്ട്. അവരൊക്കെ തന്നെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂർ കാത്തിരിക്കുകയാണ് തിങ്കളാഴ്ച ആകാനായി പുലികളി കാണാനായി.